എനിക്ക് 36 വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തിരിക്കുന്നതും ഞാനല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വീർപ്പിക്കൽ മഹാമഹം നടത്തുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കുറെ കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തന്നൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്ക്. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല. പതുക്കെ. ഒരു ഡ്രീമില്ലാതായി പോകുമ്പോഴ സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കേ മനസ്സിലാവൂ. സ്കൂളിലെയും കോളേജിലെയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം, വായിച്ചു നോക്ക്. ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ. എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്, അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെയും പറയാം. ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ്. നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതീ വിട. മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ണാ, ഒരു 500 തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ അമ്മയുടെ കബോർഡിൽ ഭദ്രമായിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ പാവം ചിലൊക്കെ പട്ടിണി അടഞ്ഞ് ചത്തുപോകും. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതേ നീ പറഞ്ഞ ഡ്രീം കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. ഓ, ഭയങ്കര സാക്രിഫൈസ് ആയിപ്പോയി. ലോകത്തുള്ള ഒരമ്മ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ. അച്ചേ ചെയ്യണമെന്നുള്ളവർക്ക് ഏത് അവസ്ഥയിൽ അച്ചീയാം. അത് ചെയ്യാതെ മടി പിടിച്ചിട്ട് ബ്ലെയിം മുഴുവൻ എന്റെ തലയിലും. എന്ത് എളുപ്പമുണ്ട്. ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ? പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടത്തെ കഞ്ഞിയും കറിയാണെന്ന് ഓർത്താ മതി. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ഐ വിൽ ബിക്കം ഓൾഡ്. കിളവയായി പോവും ഞാൻ. എനിക്ക് ഈ പ്രൊജക്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഓ, അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞായിരിക്കും. എന്തോ നിനക്കോട് വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഒരു പുതുമ? എനിക്ക് വേണ്ട. ഞാൻ നല്ല 1-ാം തരം കേക്ക് കഴിച്ചു. ഇതെവിടുന്നാന്നറിയോ? നമ്മുടെ ടെറസീന്ന്. വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്ന് മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു വരും. തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോ കണ്ടതാ. പൈസ മുടക്കിയാൽ എന്താ, മുതലാവുന്നുണ്ടല്ലോ. 20,000 രൂപ അല്ലേ? രാജീവന്റെ മുടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. മുടിക്കെന്തു പറ്റി? ശ്രദ്ധിച്ചില്ല? ഇല്ല. നന്നായിട്ടുണ്ട്. ചുമ്മാ. സത്യമായിട്ടും വയലറ്റ് ആണോ? അല്ല, റെഡ്. ഗോൾഡൻ വേണോന്ന് അവര് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന്. അതേതായാലും എന്തും കൊണ്ടും നന്നായി. രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകിക്കളയാൻ ഞാനൊരു റിമൂവർ വാങ്ങി വെച്ചു. ഏതായാലും ഇനിയിപ്പോ ധൈര്യമായി. നാളെയാണ് ലച്ചുവിന്റെ സ്കൂളിൽ പേരന്റ്സ് ഡേ സെലിബ്രേഷൻസ്. ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ? കലക്കണം. ഇന്റർവ്യൂവിന് തോറ്റതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഓപ്ര വിൻഫ്രി വരെ അവരുടെ ആദ്യത്തെ 5 ഇന്റർവ്യൂ തോറ്റിരിക്കുന്നു. അതാരാ? അത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീയാ. ഓ, പക്ഷെ ഇനിയിപ്പോ എനിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? രാവിലെ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അയ്യോ. പതുക്കെ ഒരു പയ്യനെ ഇടിച്ചു. അവൻ ആശുപത്രിയിലാ. ഞാനിന്ന് അവിടെ ആയിരുന്നു. എന്നിട്ട് രാജീവിന് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരത് കേസാക്കി. എന്നുവെച്ചാ ചിലപ്പോ അതിന്റെ വിസയുടെ പ്രോസസ്സിങ്ങിനെയൊക്കെ വല്ലാതെ ബാധിക്കും. കാത്തിരുന്നൊടുവിൽ കിട്ടിയപ്പോ. ഈ കേസ് എന്ന് പറയുമ്പോ അറസ്റ്റോ മറ്റോ? ഒന്നുമില്ല. ഒരു ഫൈൻ അടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇൻഷുറൻസ് ഉള്ളതല്ലേ. ഇതിപ്പോ ഈ വിസയുടെ പ്രോസസ്സിങ്ങിന്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദനയില്ലായിരുന്നു. ഇപ്പം അച്ഛന്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഓടിച്ചെന്ന് പറയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് കരുതിയാ ഞാനിത് ആഗ്രഹിച്ചത്. ഭാഗ്യമില്ല എന്ന് വിചാരിക്കാം അല്ലേ? ഞാനാ ഓടിച്ചിരുന്നേന്ന് പറഞ്ഞാലോ? അത് എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഞാൻ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ആ ലൈസൻസ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷെ ആക്സിഡന്റ് കണ്ടവരുണ്ടാവില്ലേ? 2 പേര്. പക്ഷെ അവര് നമ്മൾ പറയുന്നിടത്ത് നിന്നോളും. അപ്പൊ പിന്നെന്താ? അല്ല, എന്നാലും ഒരെന്നാലും വേണ്ട. രാജീവ് വിസയുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. വിനോദേ, രാജീവ. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാല്ലേ?
ഇല്ല, അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഉം. രാജീവിന്റെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ആ ഉറപ്പ് വിനോദ് എനിക്ക് തരണം. ഞാൻ ലച്ചുവായിട്ട് വരാം. ശരി. നാളെ തന്നെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിക്കുന്നേ? അമ്മയായിരുന്നോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. നല്ല മഞ്ഞുണ്ട്. ബാ. ഇന്ന് രാവിലെ 10:30 നിരുപമ രാജീവിനെ സൺറൈസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തിന്? അവരുടെ മോളുടെ സ്കൂളിലെ പേരന്റ്സ് ഡേ ആയിരുന്നു. ഷട്ടിൽ കോമ്പറ്റീഷൻ അവരും ചേർന്നു. തുടങ്ങി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു വിത്ത് ഹൈ BP. ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാ ഈ ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്നേ? വല്ല നാരങ്ങ സ്പൂൺ പോലുള്ള കളിക്കൊക്കെ പോയി ചേർന്നാ പോരെ. എന്നിട്ട് എനിത്തിങ് സീരിയസ്? നത്തിങ് സർ. ECG നോർമലാണ്. പിന്നെ ഷുഗറും കൊളസ്ട്രോളും നേരത്തെ ഹയർ സൈഡ് ആയിരുന്നുകൊണ്ട് റൂട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. കാര്യങ്ങൾ അപ്പാപ്പ അറിയിക്കാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോ മറ്റന്നാൾ 10 o'clock. സർ. ഇൻഫോം ദ കമ്മീഷൻ ആൻഡ് ഓൾ കൺസേൺ. സർ. ഏതായാലും ഓഫീസിൽ എല്ലാരും കൂടി തനിക്കൊരു പേരിട്ടിട്ടുണ്ട്, സാനിയ മിർസ. എല്ലാരും കൂടി എന്ന് പറയുമ്പോ ഇട്ടത് ഒരാളായിരിക്കുമല്ലോ. അല്ലേലും സാനിയ ടെന്നീസ് കളിക്കാരിയല്ലേ, ഇതിപ്പോ ഷട്ടിലല്ലേ. വിവരമില്ലാത്തൊരു പേരിട്ട അതുപോലെ ഇരിക്കും സാറേ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. ജീവിതാവസാനം വരെ കഴിച്ചോണ്ടിരിക്കാൻ നല്ലതെ ഹോമിയോ ചെയ്യ്. നല്ല ബെസ്റ്റ് ഒരാളെ ഞാൻ തരാം, ഡോക്ടർ പാർത്ഥസാരഥി. BP മാത്രല്ല, കൊളസ്ട്രോളും ഷുഗറൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്റെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത് പുള്ളിയാ. ഫാദറോ? മരിച്ചുപോയി. ശ്രീയേട്ടന്റെ മാറിയത് പക്ഷേ ആയുർവേദം കൊണ്ട്. ഡോക്ടർ വരുമ്പോഴേ ഷട്ടിൽ കളിച്ചതിന്റെ ആണോന്ന് ചോദിക്കണം. ചിലർക്ക് ഡൈ ചെയ്തതിന്റെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. ഞാനിന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. രാത്രിയിൽ ഇപ്പൊ ഞാൻ വന്ന് കിടക്കണമെന്നുണ്ടെ ഭക്ഷണമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുതരും. കഞ്ഞി മതിട്ടോ. വേണമെന്നില്ല, നാളെ വന്നാ മതി. അമ്മയോട് തൽക്കാലം പറയണ്ട. ഞാനിപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ശരി. ഈ ആയുർവേദ ഹോമിയൊന്നും എനിക്കറിയില്ല. ചേച്ചി പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വെറുതെ നോക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് കേട്ടോ. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാനിങ്ങ് വരാം. ഇതുവരെ നിങ്ങൾ കേട്ടത് തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണവും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ കാർഷിക സർവകലാശാല പ്രൊഫസർ ശ്രീ ശ്രീജൻ കൊണ്ടോട്ടി നടത്തിയ പ്രഭാഷണം. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. രവി, വൈഫിൽ നിന്ന് ഡിസ്ചാർജാ. ഞാൻ ഒന്ന് വീട്ടിലാക്കിട്ട് വരാം.